നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. രഘുവേട്ടനെ പോലെ കുറച്ച് ആണുങ്ങളുണ്ടെങ്കിൽ സ്ത്രീകൾ അടിമകളാവില്ല. കഴിച്ചില്ലേ? തേങ്ങയൊക്കെ വിളഞ്ഞു നിൽക്കുക. വീണേ, രമേശൻ, നീ സ്റ്റാൻഡിലുണ്ടോ? എടാ, എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോണം. വേറെ ഏത് ടാക്സി ഇപ്പൊ കിട്ടാനുള്ളത്? പ്രതാപനോ? ഞാൻ വിളിച്ചോളാം. ഹാപ്പി ആനിവേഴ്സറി അങ്കിൾ. താങ്ക് യു, താങ്ക് യു. അതെ, തൊട്ടപ്പുറത്തുള്ള ഒരാളെത്തുന്ന സമയം ഇതാണോ? സത്യത്തില് ഇതൊരുക്കേണ്ടത് നിങ്ങൾ എല്ലാരും കൂടെ കേട്ടോ. ഇവിടുത്തെ ഒരുക്കങ്ങൾക്ക് പ്രത്യേകിച്ച് ആരും വേണ്ടെന്നുണ്ട്. ശരവണനില്ലേ എല്ലാത്തിനും. താങ്ക് യു മാഡം.
സുജാതാന്റി സാരി സൂപ്പറാട്ടോ. ആ എന്നെ കാണാൻ കൊള്ളില്ലാന്ന് സ്മൂത്ത് ആയിട്ടങ്ങ് പറഞ്ഞതല്ലേ. ഈയിടെ സുന്ദരിയാണെന്ന് പറഞ്ഞു കേൾക്കാൻ കൊതിയായിട്ടല്ലേ? മോളെ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കോംപ്ലക്സുകളാ. അതിൽ കയറി തൊടാൻ നിൽക്കരുത്. തേനീച്ച കൂട്ടി തൊട്ട പോലെ ആയിരിക്കും. രഘുവേട്ടാ, ആ സുജാതെ, ഇനിയിപ്പോ പ്രത്യേകിച്ച് ആരും എത്താനില്ലല്ലോ. നമുക്കങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താലോ? അല്ല രഘുവേട്ടാ, ദീപൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ചു നേരം കൂടി നോക്കിയിട്ട്. ഓ, അയാൾ എപ്പോഴൊന്നും വരില്ല. അല്ല, അങ്ങനെ എന്നോട് പറഞ്ഞായിരുന്നു. ദീപൻ വൈകും ആന്റി, തുടങ്ങിക്കോ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ പാർട്ടി. കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇന്ന് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ദമ്പതികളോട് നമുക്കൊരു ചോദ്യം ചോദിക്കണ്ടേ? അമ്മേ, വന്നേ. എന്താ അമ്മേ, അച്ഛനെ കുറിച്ച് 2 വാക്ക് പറയാൻ പറഞ്ഞ അമ്മ എന്ത് പറയും? നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ലേ കുട്ടി? അത് ശരിയാവില്ല. ഇത് ഞങ്ങൾ കണ്ടോണ്ടിരിക്കുന്നവരുടെ ഡിമാൻഡാ. വേണം വേണം. അങ്കിളിനെ കുറിച്ച് ആന്റിക്കുള്ള ചിന്താഗതി എന്താണെന്ന് നമുക്കെല്ലാം അറിയണമല്ലോ. എടോ, താൻ മനസ്സിലുള്ള എന്താന്ന് വെച്ചാ പറഞ്ഞോടൂ. എന്തായാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിലും നമ്മുടെ കൂടെ ജീവിക്കുന്ന പെണ്ണുങ്ങളുടെ മനസ്സ് നമ്മളാരും പൂർണ്ണമായിട്ട് പരിശോധിക്കാറൊന്നുമില്ലല്ലോ, അല്ലേ സദാനന്ദേട്ടാ? രഘുവേട്ടനെ കുറിച്ച് പറയാനാണെങ്കിൽ 1-2 വാക്കുകളിൽ ഒതുങ്ങില്ല. സത്യത്തില് എന്റെ ചെറുപ്പത്തിൽ ഞാൻ കരുതിയിരുന്നത് വലിയൊരു തറവാട്ടിലേക്ക് എന്നെ കെട്ടിച്ചു കൊടുക്കുമെന്നായിരുന്നു. അവിടെ എന്നെ പോലെ തന്നെ 2-3 മരുമക്കള് വേറെയും കാണുമെന്നായിരുന്നു ഞാൻ കരുതിയത്. അവരുടെ കൂട്ടത്തിലേക്ക് ഒരാളായി പോകും ഞാൻ എന്നാ കരുതിയത്. പക്ഷെ രഘുവേട്ടന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോ സംഭവിച്ചത് നേരെ മറിച്ച. രഘുവേട്ടൻ എന്നെ മുന്നിൽ നിർത്തി എന്റെ അഭിപ്രായങ്ങൾക്ക് വില കൽപ്പിച്ചു. എന്റെ ചെറുവിരൽ അനങ്ങുന്നത് പോലും മനസ്സിലാക്കാൻ തുടങ്ങി. സ്വാതന്ത്ര്യമാവട്ടെ, സന്തോഷമാവട്ടെ, ഒരു പെണ്ണിന്റെ പൂർണ്ണത എനിക്ക് തന്നത് രഘുവേട്ടനാ. രഘുവേട്ടനെ പോലെ കുറച്ച് ആണുങ്ങളുണ്ടെങ്കിൽ സ്ത്രീകൾ അടിമകളാവില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.